വരണേ യേശുവേ, തൊടണേ എന്നെ നീ. മനുഷ്യരൊക്കെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഇന്നത്തെ ഉപമ നമ്മൾ വായിക്കുന്നത് ഒരു യജമാനൻ തൻ്റെ വീട്ടിൽ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അതിന് മുന്തിരിച്ചക്ക സ്ഥാപിക്കുകയും ചെയ്തിട്ട് ദൂരദേശത്തേക്ക് പോകുന്നതാണ്. ഈ പോകുന്ന അവസരത്തിൽ കുറച്ച് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. യേശു ഈ ഉപമ പറയുമ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പഴയ നിയമമാണ്. ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. ഈ ഒരു ബേസിൽ യേശു ഇത് പറയുമ്പോൾ പഴയ നിയമത്തിൽ മുന്തിരിത്തോട്ടം എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ ഉപമിച്ചുകൊണ്ടാണ്. പക്ഷേ പുതിയ നിയമത്തിൽ യേശു ഇത് പറയുമ്പോൾ പിതാവിൻ്റെ സ്വപ്നമായ ദൈവരാജ്യമാണ്. ദൈവത്തിൻ്റെ സ്വപ്നമായ ഒരു ദൈവരാജ്യം അത് നിറവേറ്റാൻ വേണ്ടി അനേകർ കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ അവരെല്ലാവരും ഒരു കൊന്നുകളഞ്ഞു. ഉപമയിൽ പറയുന്ന പോലെ ഭൃത്യന്മാർ ഓരോരുത്തരായിട്ട് വന്നു, അവരെല്ലാവരും കൊന്നുകളഞ്ഞു. ഒരു രക്ഷാകര ചരിത്രത്തെ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒറ്റ വാക്കിൽ യേശു കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. കൊന്നുകളഞ്ഞത് ജെറമിയ, ഏലിയ, സ്നാപയോഹനൻ, ഇവരോടൊക്കെ അവരങ്ങനെയാണല്ലോ പെരുമാറിയത്. പക്ഷേ അവസാനം സ്വപുത്രനെ തന്നെ അയക്കുന്നു, യേശുവിനെ അയക്കുന്നു. യേശുവിനോടും അവരങ്ങനെ തന്നെ പെരുമാറി. ഇതിൽ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇവനാണ് അവകാശി, വരുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. ഗലീലയിൽ ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് ഇങ്ങനെയാണ്: അവിടുത്തെ യജമാനന്മാർ കൃഷിസ്ഥലം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവർ ദൂരദേശത്തേക്ക് പോകും. ഒരുപക്ഷെ അവർ തിരിച്ചു വന്നില്ല, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടുവെങ്കിൽ അവകാശിക്കാണ് ഈ ഒരു ഇടം കിട്ടുന്നത്. അവകാശിയെ മരിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഈ ഇടം വിഭജിച്ച് നൽകപ്പെടും. ഗോസ്പലിൽ അതാണ് യേശു ആവർത്തിക്കുന്നത്. അവർ ഗൂഢാലോചന നടത്തുകയാണ് ആ കൃഷിസ്ഥലം സ്വന്തമാക്കാൻ. പക്ഷേ യജമാനൻ അത് വിടില്ലല്ലോ. യജമാനൻ ദൈവമാണല്ലോ, ദൈവത്തിനൊരു സ്വപ്നമുണ്ടല്ലോ. അങ്ങനെ ഒരു മകനെയും കൂടി കൊന്നു കളയുമ്പോൾ എല്ലാം കരുതിയെന്ന് ചിന്തിക്കുന്നിടത്ത് യജമാനൻ തിരിച്ചു വരും. എന്നിട്ട് ഈ കൃഷിക്കാരെ നശിപ്പിച്ച് കളയും. പ്രിയമുള്ളവർ, ഈ ഭൂമിയിലെ സ്വപ്നങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്വപ്നമാണ്, സ്വർഗത്തിൻ്റെ സ്വപ്നമാണ്. ദൈവത്തിന് ആ പദ്ധതി എങ്ങനെ നിറവേറ്റണമെന്ന് വളരെ കൃത്യമായിട്ടറിയാം. അതിൽ ഈ മനുഷ്യർ ഗൂഢാലോചന നടത്തിയതിൽ ഒരു കാര്യവുമില്ല എന്ന് ഇന്നത്തെ ഗോസ്പലിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒത്തിരി കാര്യങ്ങൾ മനുഷ്യർ നമുക്കെതിരെയൊക്കെ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ ഈ ഗോസ്പൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു വെളിച്ചം, മനുഷ്യരൊക്കെ ചിന്തിക്കട്ടെ, അവരൊക്കെ പ്രവർത്തിക്കട്ടെ. അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണല്ലോ. മനുഷ്യരിങ്ങനെ ചർച്ചകളൊക്കെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണല്ലോ. ഈ ദൈവത്തിൻ്റെ തീരുമാനത്തെ ട്രസ്റ്റ് ചെയ്യുന്നവർ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ ഗവനിക്കില്ല. മനുഷ്യരുടെ ചിന്തയിലേക്ക് അവരുടെ കണ്ണോ അവരുടെ ഹൃദയമോ എത്തിപ്പെടില്ല. മനുഷ്യരൊക്കെ നമുക്കെതിരെ സംസാരിക്കുന്നു എന്ന് തോന്നുമ്പോൾ വെറുതെ അങ്ങ് മൗനമായി നിൽക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അങ്ങനെയാണല്ലോ യേശുവും ചെയ്തത്. യേശുവിനെതിരെ എന്തുമാത്രം ഗൂഢാലോചന നടന്നു. എല്ലാത്തിനെയും മൗനമായി അഭിമുഖീകരിച്ചുകൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് ക്രിസ്തു ആ കുരിശുമരണത്തെ സ്വീകരിച്ചത്. പക്ഷേ അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതായിരുന്നു. 3-ാം ദിവസം ജയഘോഷത്തോടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെയും ജീവിതത്തിൽ ഒരു കാര്യം ചിന്തിക്കണം: ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത് ദൈവമാണ്. നമ്മുടെ ജീവിതമാകുന്ന ഈ മുന്തിരിത്തോട്ടത്തെ വളരെ മനോഹരമായി സ്വപ്നങ്ങളോടെ കാത്തുപാലിക്കുന്നത് ദൈവമാണ്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാൻ വരുന്നത് ദൈവമാണ്. ചോദിക്കാനൊരു ദൈവമുള്ളപ്പോൾ പിന്നെ എന്തിന് നമ്മൾ പേടിക്കണം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാഥാ സ്നേഹരൂപ, കാൽവരി മലയിലെ ബലിദായക, ഉത്ഥിതനായൊരു ദൈവപുത്ര, നാഥാ യേശുനാഥാ, നാഥാ സ്നേഹരൂപ, കാൽവരി മലയിലെ ബലിദായക, ഉത്ഥിതനായൊരു ദൈവപുത്ര, ഒന്നു തൊടേണേ എൻ ദുഃഖങ്ങളിൽ, ഒന്നു തൊടേണേ എൻ വേദനയിൽ, ഒന്നു തൊടേണേ എൻ വല്ലായ്മയിൽ, വന്നു തരേണേ നിൻ കൃപകളെന്നും, ഒന്നു തൊടേണേ എൻ ദുഃഖങ്ങളിൽ, ഒന്നു തൊടേണേ എൻ വേദനയിൽ, ഒന്നു തൊടേണേ എൻ വല്ലായ്മയിൽ, വന്നു തരേണേ നിൻ കൃപകളെന്നും.
നിണമൊഴുകിയ നിൻ തിരുവിലാവിൽ മുഖമൊന്നു ചേർക്കുവാൻ കൊതിക്കുന്നു ഞാൻ. നിണമൊഴുകിയ നിൻ തിരുവടുവിൽ തൊട്ടൊന്നു സുഖപ്പെടാൻ കൊതിക്കുന്നു ഞാൻ. ഇന്നീ അൾത്താരയിൽ ഹൃദയം നൽകിയിടുവാൻ നിൽപ്പു തീരാത്ത മോഹങ്ങൾ പേറി കൃപയാൽ മാറ്റിയിടണേ എന്നെ ചേർത്തിടണേ നിൻഹിതമെന്നിൽ നിറച്ചിടണേ നീ. വരണേ യേശുവേ തൊടണേ എന്നെ നീ. ഒന്നു തൊടേണേ എൻ ദുഃഖങ്ങളിൽ, ഒന്നു തൊടേണേ എൻ വേദനയിൽ, ഒന്നു തൊടേണേ എൻ വല്ലായ്മയിൽ. വന്നു തരേണേ നിൻ കൃപകളെന്നും. കൃപയൊഴുകിടും നിൻ തിരുക്കരത്താൽ തഴുകിത്തലോടുവാൻ കൊതിക്കുന്നു ഞാൻ. കരുണ പൊഴിക്കും നിൻമിഴിയിൽ എന്നെയും കാണുവാൻ കാത്തിരിപ്പു. പാപം ചെയ്തിടുവാൻ ഞാനിനിയില്ലേശുവേ, അങ്ങേ അൾത്താരയല്ലോ എൻ ലോകം. അണഞ്ഞിടേണമേ എന്നുടെ മനസ്സാകും സക്രാരിയിൽ മിഴിവോടെ എന്നെന്നും വാഴാൻ. വരണേ യേശുവേ തൊടണേ എന്നെ നീ. നാഥാ യേശുനാഥാ, നാഥാ സ്നേഹരൂപാ, കാൽവരി മലയിലെ ബലിദായക ഉത്ഥിതനായൊരു